ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ മക്കളോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും കൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ നിയോഗങ്ങൾ സാധിക്കുന്നതിനും നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും നടത്തുന്നതിനും നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനുമുള്ള കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുന്നതിന് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ നിങ്ങൾ ഹൃദയം കർത്താവിലേക്ക് തിരിച്ച് ഈ പ്രാർത്ഥനയിലും ഈ ദൈവവചനത്തിലും ശ്രദ്ധയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വാക്ക്, അവിടുത്തെ വചനം കേൾക്കാൻ, അത് അനുസരിക്കാൻ നാം ഓരോരുത്തരും തിടുക്കം കൂട്ടുക. ദൈവവചനം കേട്ട് അനുസരിക്കുമ്പോൾ അത് തലമുറകൾക്ക് ദൈവകൃപ ഒഴുകുന്നതിന് ദൈവം ഇടവരുത്തുന്നു. ഇന്ന് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് ദൈവികമായ സുരക്ഷിതത്വം ഉണ്ടാകാൻ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കണം. മാതാപിതാക്കൾ ദൈവത്തെ, അവിടുത്തെ വചനത്തെ അനുസരിക്കുമ്പോൾ അവരുടെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാൻ ദൈവം ഇടയാക്കും. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അനുസരണത്തിൻ്റെ വരം ഓരോ ദിവസവും ദൈവത്തോട് ചോദിച്ചു വാങ്ങുക. നമ്മുടെ മക്കൾ ദൈവസ്നേഹം അനുഭവിക്കാൻ ഇടയായാൽ ലോകം വെച്ച് നീട്ടുന്ന നൈമിഷികമായ സുഖങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് ദൈവികമായ ജ്ഞാനം ഉന്നതത്തിൽ നിന്നും ലഭിക്കും. അതിനാൽ കുടുംബത്തിൽ ഓരോരുത്തരും ദൈവത്തെ അനുസരിക്കാൻ തിടുക്കം കൂട്ടുക. ദൈവവചനം കേട്ട് അനുസരിക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഇരുളടഞ്ഞ ഈ ലോകത്തിൽ പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും എപ്പോഴും സാധിക്കട്ടെ. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ, നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. മക്കളെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്നവരെ സമർപ്പിക്കുക. മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർ സുരക്ഷിതരായി തിരികെ വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനേകം പ്രശ്നങ്ങളിൽ കൂടിയാണ് നമ്മുടെ മക്കൾ ഓരോ ദിവസവും സ്കൂളിലും അകത്തും പുറത്തും ജീവിക്കുന്നത്. അതിനാൽ നമ്മുടെ മക്കൾ ഈ ലോകത്തിൽ എവിടെയായാലും ദൈവത്തിൻ്റെ സുരക്ഷിത വലയത്തിൽ അവർ ആയിരിക്കുന്നതിന് മാതാപിതാക്കളായ നാം ഓരോരുത്തരും ദൈവത്തെ അനുസരിച്ചേ മതിയാകൂ. ദൈവവചനത്തെ അനുസരിച്ചേ മതിയാകൂ. അതിനാൽ നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നാം ദൈവത്തിലേക്ക് തിരിയുക. ദൈവം നമുക്കെല്ലാം നൽകും. നമ്മുടെ മക്കൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് നാം ഓരോരുത്തരും ദൈവത്തെ അനുസരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഇന്ന് മുതൽ നമുക്ക് തേടാം. വിശ്വാസത്തോടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 3-4 വാക്യങ്ങൾ. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഇതാ, ഞാൻ അവനെ ജനതകൾക്ക് സാക്ഷിയും നേതാവും അധിപനുമാക്കിയിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അവിടുത്തെ വചനം ശ്രവിക്കുവാൻ ഇടവരുത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ നിൻ്റെ വചനം അനുസരിക്കുന്നതിന് വേണ്ടി, നിൻ്റെ വചനം കേട്ട് അത് അപ്പാടെ അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ സ്കൂളിൽ കോളേജിൽ പോയിരിക്കുന്നു. ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ കണ്ണുകൾ അവരുടെ മേൽ ഉണ്ടായിരിക്കണമേ. നിൻ്റെ ദൃഷ്ടി അവരുടെ മേൽ ഉറപ്പിച്ച് അവരുടെ പോക്കിലും വരവിലും നിൻ്റെ പരിശുദ്ധ കരങ്ങൾ അവരെ സംരക്ഷിക്കണമേ. ദുഷ്ടരിൽ നിന്നും, അനീതി പ്രവർത്തിക്കുന്നവരിൽ നിന്നും, തിന്മയുടെ വക്താക്കളിൽ നിന്നും കർത്താവേ, ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരവും ഉപയോഗിക്കും. കർത്താവേ, ഇന്ന് നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ എല്ലാം കർത്താവേ, നിന്നെ അനുസരിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ നീ ഒരുക്കണമേ. നിൻ്റെ വചനം ശ്രവിക്കുന്നത് മാത്രമല്ല, നിൻ്റെ വചനം നീ ആഗ്രഹിക്കുന്നത് പോലെ കേൾക്കാനും മനസ്സിലാക്കാനും അനുസരിക്കാനും കർത്താവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആരും വചനത്തിൽ കൂടി പോലും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനോ ഞങ്ങളെ തെറ്റായ മാർഗത്തിൽ നടത്താനോ നീ അനുവദിക്കല്ലേ. തിന്മയുടെ ഈ ലോകത്തിൽ നിന്ന് കർത്താവേ, നിൻ്റെ കരം ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. കർത്താവേ, എല്ലാ ദുരന്തങ്ങളിൽ നിന്നും, വന്യജീവികളുടെ നശീകരണത്തിൽ നിന്നും, വിഷജന്തുക്കളിൽ നിന്നും അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. കർത്താവേ, അനേകർ ദുരന്തങ്ങളിൽ കൂടി ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ നിൻ്റെ മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണമേ. അമിതമായ മഴയിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, വന്യജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും, വിഷജന്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവനെ നിലനിർത്തണമേ. ഞങ്ങളുടെ ജീവനെ അപായപ്പെടുത്തുന്ന സകലത്തിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. കർത്താവേ, നീ ആഗ്രഹിക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ മാത്രമേ ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകാവൂ. ദൈവമേ, നല്ല കൂട്ടുകാരെ നൽകി, നിന്നെ മഹത്വപ്പെടുത്തുന്ന കൂട്ടുകാരെ നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ദൂരദേശത്താകുമ്പോൾ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമായി പുറത്തു പോകുമ്പോൾ അവർക്ക് ദൈവീക ജ്ഞാനം നൽകി, ദൈവത്തെ അനുസരിക്കാനുള്ള കൃപ നൽകി, ആന്തരിക ശക്തി നൽകി ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഓരോ ദിവസവും പ്രാർത്ഥന നീ കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്ന് ഇൻ്റർവ്യൂവിന് പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കൃപയാൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങളെ നീ കേട്ട് ഞങ്ങൾക്ക് നീ എല്ലാ കാര്യങ്ങളും നടത്തിച്ചു തരണമേ. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീടും സ്ഥലവും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന സ്ഥലം, നീ ആഗ്രഹിക്കുന്ന പ്രദേശത്ത്, നീ ആഗ്രഹിക്കുന്ന ഭവനത്തിൽ, നീ വസിക്കുന്ന ഭവനത്തിൽ ഞങ്ങൾക്കും വസിക്കാൻ നീ ഇടവരുത്തണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും കർത്താവേ, നിൻ്റെ കരം കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്ക് വിജയം നൽകി ലക്ഷ്യം കാണാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ ബുദ്ധിയും ശക്തിയും നൽകി ലോകത്തിൻ്റെ തിന്മയിൽ നിന്നും അകന്നു നിൽക്കാൻ ദൈവിക ജ്ഞാനത്താൽ
ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരെയും ദൈവമേ നിൻ്റെ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. നിന്നെ അനുസരിക്കാനുള്ള അനുസരണത്തിൻ്റെ വരം നൽകി ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കെല്ലാം കർത്താവെ അനുസരണത്തിൻ്റെ വരം നൽകി, ഞങ്ങൾക്കെല്ലാം അനുസരണത്തിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി നിന്നോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, ശക്തനായ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത്, സംരക്ഷിക്കുന്നതിനെ ഓർത്ത്, ആശീർവദിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബാംഗങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ. കർത്താവ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു, സ്തുതികൾ അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ നീ ആശീർവദിക്കണമേ. എല്ലാ മേഖലയിലും നിൻ്റെ മക്കളായ ഞങ്ങൾക്ക്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക്, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നവർക്ക്, എല്ലാ മേഖലയിലും നീ സുരക്ഷിതത്വം നൽകി ഞങ്ങളുടെ ജീവനെ പരിപാലിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെയിരുന്ന് സഹായിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.